ഇരിക്കും. മോർണിംഗ് മോർണിംഗ് മോർണിംഗ്. ഇരിക്കുന്നില്ലേ? ആ, ഇരിക്കാൻ പറഞ്ഞായിരുന്നു. ഇരുന്നോ? അപ്പൊ എൻ്റെ പേര് സിനി. ഞാനാണ് നിങ്ങളെ മലയാളം പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും മലയാളത്തിന്റെ അക്ഷരങ്ങളൊക്കെ എഴുതാൻ അറിയാലോ അല്ലേ? മലയാള അക്ഷരങ്ങളെ അ ആ ഇ ഈ സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം ഒക്കെ എഴുതാൻ അറിയാവോ? ആ, റഫ് നോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ബുക്ക് എടുത്തൊന്ന് എഴുതിക്കുക. ഞാൻ നോക്കട്ടെ അറിയാമോന്ന്. അക്ഷരങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ബാക്കി പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ചിരിക്കണ്ട. 10ാം ക്ലാസ്സിൽ എത്തിയിട്ടും അക്ഷരങ്ങൾ അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പം അറിയാം. വ്യഞ്ജനാക്ഷരമൊക്കെ ഓരോരുത്തരുടെ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഒന്ന് എഴുതിക്കാൻ ഞാൻ നോക്കട്ടെ. റഫ് നോട്ട് കൊണ്ടുവന്നിട്ടില്ലേ? ഫസ്റ്റ് ഡേ ആണെങ്കിലും അവിടെ നിന്ന് ഒരു പേപ്പർ കൊടുത്താടാ അവന്. എഴുതുക കേട്ടാ. നോക്കട്ടെ. മലയാളം പുസ്തകം കാണാപ്പാഠം പഠിച്ചു പോയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഇതിനകത്ത് കാണിക്കേണ്ടത്, പരീക്ഷയിൽ കാണിക്കേണ്ടത്. അപ്പം സ്വന്തമായിട്ട് എഴുതാൻ പറ്റണം കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു പുസ്തകം പഠിപ്പിക്കുന്നേ ഉള്ളൂ. കാണാപ്പാഠം പഠിച്ചു പോയി എഴുതേണ്ട സംഭവമല്ല. മലയാളം സിമ്പിൾ അറിയാലോ. അപ്പം ഞാൻ ഓരോ വർക്കൊക്കെ തരും. നോട്ടൊക്കെ എൻ്റെ കയ്യിൽ ആരെങ്കിലും കളക്ട് ചെയ്തിട്ട് കൊണ്ടുതരണം. നമുക്കൊരു താൽക്കാലികമായിട്ട് ഒരു ലീഡറിനെ സെലക്ട് ചെയ്യാം അല്ലേ? ഇപ്പം എലക്ഷൻ എപ്പോഴാണെന്ന് അറിയില്ല, നമുക്ക് ഡേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പം നമുക്കൊരു താൽക്കാലികമായിട്ട് ഒരു ലീഡറിനെ ഇപ്പം സെലക്ട് ചെയ്യണം. ആരാ ലീഡർ ആവുന്ന? ആരാ? അഞ്ചു ആയിക്കോളൂലേ? ആ, 5 ഒന്ന് എഴുന്നേറ്റ് നിന്നോ. എല്ലാവരും ഒരു ക്ലാപ്പൊക്കെ കൊടുത്തോ. ഇരിക്കും. അപ്പോൾ ശരി. വെക്കേഷനൊക്കെ അടിപൊളിയായിരുന്നോ? ഓക്കെ. അപ്പോൾ ഇനി വെക്കേഷൻ ലീവ് പിന്നെ എന്താ PT അങ്ങനത്തെ ഇതൊന്നും ഇല്ല. നിങ്ങൾ SSLC ആണ്. വലിയ പേടിക്കാനൊന്നുമില്ല. നന്നായിട്ട് പഠിച്ചാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. പഠിച്ചു കഴിഞ്ഞാൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക എല്ലാവരും കേട്ടോ. പഠിക്കുക. നിങ്ങൾ TV ഒക്കെ കാണൽ കുറച്ചിട്ട് പഠിത്തത്തിൽ ശ്രദ്ധ കൂടുതൽ ചെലുത്തുക. അപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരെയും അറിയില്ല. ഞാൻ കുറച്ച് പേരെ 9ാം ക്ലാസ്സിൽ ഞാനാണ് മലയാളം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എനിക്കറിയില്ല. അപ്പം ഓരോരുത്തർ എഴുന്നേറ്റൊന്ന് പേര് പറയുവാണെങ്കിൽ എനിക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ പറഞ്ഞു വിടും. തുടങ്ങിക്കോ. ചിത്ര, റോസാപ്പൂ ഒക്കെ ഉണ്ടല്ലോ തലയിൽ. വീട്ടിലുണ്ടായതാണോ? ആ ഹാ 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 ഹാ, കൊള്ളാം. പിന്നെ ആരാ ഒരു പാട്ട് പാടുന്നത്? ഫസ്റ്റ് ഡേ അല്ലേ, ഒരു പാട്ടൊക്കെ പാടിയിട്ട് തുടങ്ങാം. ആരാ പാടുന്നത്? വാ വാ, എഴുന്നേറ്റ് വാ, പാടിക്കോ. എല്ലാ വിഷയങ്ങളിലും A+ തന്നെ വാങ്ങിക്കാൻ പരമാവധി ശ്രമിക്കണം കേട്ടോ. നമുക്ക് +1 അഡ്മിഷനൊക്കെ കിട്ടാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇപ്പം അറിയാലോ, എല്ലാവർക്കും A+ കിട്ടുന്ന കാലഘട്ടമാണ്. അപ്പോൾ പരമാവധി നിങ്ങൾ പഠിക്കണം. 10ാം ക്ലാസ്സാണ് നിങ്ങളുടെ മെയിൻ. 10ലെ മാർക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. 10ാം ക്ലാസ്സിലെ ഒരു മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ എല്ലാം വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൊല്ലം നിങ്ങൾ ഉഴപ്പാതെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ 10ാം ക്ലാസ് ആണെന്നുള്ള പേടിയൊന്നും വേണ്ട. ടെൻഷനൊന്നും വേണ്ട. പഠിച്ചാൽ മതി കേട്ടോ. എന്താ? അതെ 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 അതെ, പേടിയല്ല, ജാഗ്രതയാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഒരുപാട് ബഹളമൊക്കെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. വലിയ ബഹളമായി പോകാതെ ഒന്ന് ശ്രദ്ധിക്കണം. മറ്റുള്ള ടീച്ചേഴ്സൊക്കെ കംപ്ലൈൻറ്റ് പറയാതെ ഒക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം ക്ലാസ് തുടങ്ങും കേട്ടോ. അപ്പം ഒരു നോട്ട്ബുക്ക് വാങ്ങിക്കണം. ഒരു വലിയ നോട്ട്ബുക്ക് വാങ്ങിക്കണം. പിന്നെ എന്തെങ്കിലും നോട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. നമുക്ക് ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ പറയാം. ടീച്ചറെ, മതി മതി മതി, ഇരിക്കേ. എന്തൊരു ഗുഡ് മോർണിംഗ് ആപ്പാ ഇത്. അങ്കമാടിയിലെ കുട്ടികൾ ഇതിൽ നന്നായിട്ട് ഗുഡ് മോർണിംഗ് പറയുമല്ലോ. എന്തൊരു കൂവിച്ചാ കുട്ടികളെ നിങ്ങള്. ഞാൻ ആ സ്റ്റാഫ് റൂമിൽ എഴുതിട്ട് നിങ്ങളുടെ കൂവിച്ച അവിടം വരെ കേട്ടിട്ട് ഞാൻ ഇറങ്ങി ഓടി വന്നതാ. അപ്പുറത്തെ ഇപ്പുറത്തെ ക്ലാസ്സിലൊന്നും ഇതുപോലൊരു ബഹളം കേൾക്കുന്നില്ലല്ലോ. ഇതിപ്പോ ഉള്ളതിൽ ഏറ്റവും അലമ്പത്തികളാണോ എനിക്ക് കിട്ടിയത്? അനിൽ ബാബു, കഴിഞ്ഞ കൊല്ലത്തെ പോലത്തെ ഉഴപ്പംകളി ഒന്നും നടക്കുകയല്ല കേട്ടോ. 10ാം ക്ലാസ്സാ. ബോധം ഉണ്ടോ എല്ലാവർക്കും? ഉണ്ടല്ലേ? നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ മുന്നോട്ടുള്ള പഠിത്തം എല്ലാം കുഴപ്പത്തിലാവും. കേട്ടല്ലോ?
അറ്റൻഡൻസ് എടുക്കുക. എല്ലാം എത്തിയിട്ടുണ്ടോ? എന്താ അവിടെ? ഞാൻ തന്നെയാ ക്ലാസ് ടീച്ചർ. ബോധിച്ചില്ലേ? ആ ഞാൻ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാലോ? മാത്സ്. കഴിഞ്ഞ കൊല്ലം ഞാൻ മാത്സ് പഠിപ്പിച്ചവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരാം. കേട്ടല്ലോ? ആ വാർഷിക പരീക്ഷയുടെ മാർക്കൊക്കെ വളരെ കേമമായിരുന്നു. ഞാൻ മാത്സ് പഠിപ്പിച്ചവരുടെ വളരെ കേമമായിരുന്നു. എങ്ങനെ നീയൊക്കെ 10 ജയിച്ചോ എന്തോ. എന്തെങ്കിലും ആകട്ടെ. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. യൂണിഫോം ഇടാതെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? യൂണിഫോമിന്റെ പാൻറ് എന്നതാ, കുപ്പിപ്പാൻറ്റോ? അങ്ങനത്തെ ഒന്നും ഇട്ടേക്കരുത്. ഇടാ, കയറ്റി ഇട്ടോണം പാൻറ്, ഇറക്കി ഇട്ടേക്കരുത്. ഇതിന്റെ ഉള്ളിലുള്ളതൊന്നും കാണിച്ചുകൊണ്ട് ഇവിടെ വന്നേക്കരുത്, പറഞ്ഞേക്കാം. കേട്ടല്ലോ? ഐശ്വര്യക്ക് എന്താ പള്ളിപ്പെരുന്നാൾ ഉണ്ടായിരുന്നോ ഇന്നലെ? പെരുന്നാൾ ഉണ്ടായിരുന്നോ? അല്ല, കൈ നിറയിച്ചും വളയും ഒരുപാടുണ്ടല്ലോ. ഇത് കുപ്പിവള കൈ കൂടി. എന്നിട്ട് കിലി 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 ഒച്ച കേട്ടിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ. വളയെല്ലാം ഊരി വെച്ചേച്ച് വന്നേക്കണം, കേട്ടോ? കണ്ണൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഭയങ്കര കഥകളിക്ക് പോകുന്ന പോലെയാ. പഠിത്തത്തിന് കാണണം കേട്ടോ ഇത്. മേക്കപ്പ് ഒക്കെ ഇടാൻ കുറച്ച് സമയം എടുത്തേച്ച് ഇരുന്ന് പഠിക്കണം. 10ാം ക്ലാസ്സാ. മേക്കപ്പ് ഒക്കെ കുറച്ച് മതി, കേട്ടല്ലോ? ഇവിടെ ഒന്ന് ഞാൻ തൂത്ത് കളയിക്കും. ഞാൻ ഒരു വിദ്യാലയത്തിലോട്ടാ വരുന്നത്, കേട്ടല്ലോ? കല്യാണത്തിന് പോകുന്ന പോലെ ഓരോരുത്തർ സ്കൂളിലോട്ട് വരുന്നത്. പിന്നെ ഒരു സന്തോഷ വാർത്ത ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, PT എന്ന് പറയുന്ന ഒരു പീരീഡ് ഇപ്രാവശ്യം ഇല്ല. എന്നാ ടീച്ചറേന്ന് 10ാം ക്ലാസ് അല്ലേ? അപ്പൊ PT പീരീഡ് ഇല്ല. പിന്നെ അറിയാലോ, മാത്സിന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും. അതിപ്പോ സെക്കൻഡ് സാറ്റർഡേയും കാണുമായിരിക്കും. അപ്പൊ നമുക്ക് എന്നാലേ ഇത് പോർഷൻ മുഴുവൻ കംപ്ലീറ്റ് ആക്കിയിട്ട് റിവിഷനൊക്കെ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് PT പീരീഡ് ഉണ്ടായില്ല. ആരെങ്കിലും ക്ലാസ് വെക്കുമ്പോൾ വരാതെയോ എടുക്കാതെയോ ഇരുന്നാൽ പിന്നെ പാരൻസിനെ കൂട്ടിയിട്ട് ഇങ്ങ് വന്നാൽ മതി, കേട്ടല്ലോ? പിന്നെ വേറൊരു കാര്യം, ഒറ്റ അധ്യാപകരെ കൊണ്ട് എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റും കൊണ്ട് വരിച്ചേക്കരുത്, അത് പറഞ്ഞേക്കാം. എല്ലാ വിഷയങ്ങളും നന്നായിട്ട് പഠിക്കണം, മാത്സ് മാത്രമല്ല, കേട്ടോ? ഏറ്റവും നല്ല ക്ലാസ്സാണെന്ന് പറയിപ്പിച്ചോണം. ഒരു വിധത്തിലുള്ള കംപ്ലൈൻറ്റ് നിങ്ങളെക്കുറിച്ച് കേൾക്കാൻ പാടില്ല. അർപ്പിതേ, മുടിയൊക്കെ വെട്ടിയിട്ട് പോരാ കേട്ടോ? നിന്നോട് ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞല്ലോ ഈ മുടി ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരരുതെന്ന്. ഒരു സീരിയസ്നെസ്സും ഇല്ല നിങ്ങൾക്കല്ലേ? 10ലാന്നുള്ളതിന്റെ ഒരു ശരിയാക്കി തരാം. ഒക്കെ തന്നെ ഞാൻ ശരിയാക്കി തരാം. ഞാൻ പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ, കേട്ടോ? അപ്പോ എന്നാടാ അവിടെ ചിരിക്കുന്നേ? എന്നാ നിനക്ക് ഇത്ര സന്തോഷം എന്നതാ? എന്നോട് കൂടെ പറ, ഞാനും കൂടി ഒന്ന് ചിരിക്കട്ടെ. എന്തിനാ ചിരിക്കുന്നേ? എന്തിനാ? സൺഡേ ക്ലാസ് വെക്കണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വരാം. വേണ്ട കേട്ടോ. കളിയാക്കാൻ വന്നേക്കുന്നവൻ. സൺഡേ ക്ലാസ് വെക്കുന്നതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമില്ല. എനിക്ക് പഠിപ്പിക്കാൻ വലിയ ഇഷ്ടം, കേട്ടോ? സൺഡേ വേണേ ക്ലാസ് വെക്കാം. എന്താ എന്താ എന്താ? ഇപ്പൊ ലീഡറിനെ തെരഞ്ഞെടുക്കാനേ ഇപ്പൊ തിരക്ക്. ഇവിടെ എലക്ഷൻ ഉണ്ടല്ലോ. എന്നിട്ട് അതിന് മുന്നേ വേണ്ട, എന്നിട്ട് മതി, കേട്ടോ? അടുത്ത ആഴ്ച ഉണ്ടാവും. അപ്പൊ ലീഡറെ തെരഞ്ഞെടുക്കാം. പിന്നെ മാത്സിന്റെ നോട്ട് എനിക്ക് എല്ലാവരുടേതും എല്ലാ ആഴ്ചയും കാണണം. അപ്പൊ ആരെങ്കിലും ഒരാളത് കളക്ട് ചെയ്തിട്ട് സ്റ്റാഫ് റൂമിൽ എൻ്റെ കയ്യിൽ കൊണ്ടുത്തരണം. ഇപ്പൊ ലീഡറിനെ തെരഞ്ഞെടുക്കാത്തത് കൊണ്ട് നീ ഇരിക്കടാ അവിടെ. ശ്രീലക്ഷ്മി ഉണ്ടല്ലേ?
മോളൊരു കാര്യം ചെയ്യണം, എല്ലാവരുടെയും നോട്ട് കളക്ട് ചെയ്തിട്ട് എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് എൻ്റെ കയ്യിൽ കൊണ്ടുതരണം കേട്ടോ. ആ വൈകുന്നേരം വന്ന് മേടിക്കുകയും ചെയ്യണം കേട്ടോ. ആ മിടിക്കുക അല്ലേ? ആ നന്നായിട്ട് പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞു അല്ല കേട്ടോ. ആ അടുത്തിരിക്കുന്നവർക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടല്ലോ. ആ ബാക്ക് ബെഞ്ചിൽ ജിജോ ഉറങ്ങുവാണോടാ? എഴുന്നേറ്റ് എല്ലാവരും എഴുന്നേറ്റ്. ജിജോ ഇവിടെ വന്നിരിക്കെ. അത് കുഴപ്പമില്ല, ഇവിടെ വന്നിരിക്കെ. അമൽ എവിടെ നിന്ന് എഴുന്നേറ്റ്? അമൽ ഇവിടെ ഇരുന്നു, ജിജോന്റെ അടുത്തിരുന്നു. ആ ഉഴപ്പന്മാരെല്ലാം മുന്നിലോട്ട് പോരെ, ഫ്രണ്ടിലിരുന്നു, ഗേൾസിന്റെ ഫ്രണ്ടിൽ. എനിക്ക് കാണണം. നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ കൊല്ലവേ ചക്കര അടയായിട്ടല്ലേ നടന്നുകൊണ്ടിരുന്നേ? പഠിക്കുവോ? ഉഴപ്പ് കാണിച്ചാൽ ഞാൻ മാറ്റും കേട്ടല്ലോ. അവിടെ 2 കൊമ്പാക്കി മുടി കെട്ടിയത് എന്നെ പേരെന്നതാ? സീരിയലിന്റെ കഥ പറയുവാണോ? വീട്ടിലെ ടിവിയുടെ കേബിൾ അങ്ങ് കട്ടാക്കിയേക്കാൻ പറ കേട്ടോ വീട്ടില്. പാരന്റ്സ് മീറ്റിംഗ് വരുന്നുണ്ട് അടുത്ത് തന്നെ, 10ാം ക്ലാസ്സുകാരുടെ. ഞാൻ പറഞ്ഞോളാം. അപ്പം അയ്യോ പറഞ്ഞോണ്ട് അറ്റൻഡൻസ് എടുക്കാൻ. അയ്യോ ബെല്ലടിച്ചു, ഇത് 1 മണിക്കൂർ ആയോ? എന്നാ പിന്നെ വേഗം അറ്റൻഡൻസ് എടുത്തിട്ട് പോവാം. ഞാൻ പഠിപ്പിക്കാൻ ഓർത്ത് ഒക്കെ വന്നതാ, പറഞ്ഞു പറഞ്ഞ് സമയം പോയത് പറഞ്ഞില്ല.